എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത് അധികായ വധം മുതൽ, യുദ്ധകാണ്ഡത്തിലെ അധികായ വധം മുതൽ മേഘനാഥ വധം വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം ചെയ്യുന്നവര് കുമാരി ഗോപിക ഗോപൻ, ശ്രീമതി ഹേമ ബൈജു, ശ്രീമതി തങ്കമണി പത്മനാഭൻ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഗോപിക ആരംഭിച്ചോളൂ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അധികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ. മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ. ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായൊരധികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിട്ടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനായൊരുമ്പെട്ടു. ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം. ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്ന് ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻവരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവ്. അന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരന്മാരോടേറ്റു നിശാചരർ. കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ.
വാരണ വാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും അന്തമില്ലാത്ത കബന്ധങ്ങളും ബലതന്തികെ നൃത്തമാടിത്തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറത്തേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്രതനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ശിരസുമണഞ്ഞിതു. മൂവരോടും പൊരുനീടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശിരസിന്തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാപാർശ്വനേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാഫലൻ. മത്തനുന്മത്തനും മരിച്ചാർ കവി സപ്തമന്മാരോടെതിർത്തതിസത്വരം. വിശ്വൈക വീരൻ അതികായനന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ച് അസ്ത്രജ്ഞനധ്യർത്ഥമുഗ്ധചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു. നക്തഞ്ചര ശ്രേഷ്ഠപുത്തനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താൻ അതു നേരം. ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞതേറ്റം അന്ധനായി സൗമിത്രി നിൽക്കും നേരം. മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ട അതുകൊണ്ടവനേൽക്കില്ലയായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു. തൽക്ഷണേ കണ്ഠം മുറിച്ചാൻ അതു നേരം ഭൂമൗ പതിച്ചൊരധികായ മസ്തകം. ആമോദമോടുൾക്കൊണ്ട് കപികുലം രാമാന്തികെ വെച്ചു കൈതൊഴുന്നീടിനാർ. ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗുണം രാവണനോടറിയിച്ചാനവസ്ഥകൾ. ഹാ വിധി എന്നലറി ദശകണ്ഠനും. ഹരിയോ ഹരിയോ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്ദ്രജിത്തിന്റെ വിജയം. രാവണനോടറിയിച്ചാരവസ്ഥകൾ. ഹാ വിധി എന്നലറി ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കുരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനീ നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിത നേരം.
രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാൻവിതം ഭക്തി പൂണ്ടു ജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തഞ്ചരാധിപപുത്രനുമെത്രയും വ്യക്തവർണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനു പ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായ ശരൻ പോർക്കളമ്പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജി പദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പൂക്കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണ വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പരം മർക്കടന്മാരുടെ കയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ 50 ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചതിവണ്ണമേറ്റു ഗന്ധമാദനന്മയിലും ഈരൊമ്പതേറ്റിതു നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമെയിലും 6 പനസ്സനും 7 വിനതനീരാറു സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 9 കൂടെ വന്നേറ്റിതു 10 ശതബലിക്കൊമ്പതു ധൂമ്രനും 10 മൊരെട്ടും പ്രമാധിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖന്മെയിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റത് 24 അമ്പു സമാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 80 അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കപികുലനായകന്മാരാ 67 കോടിയും വീണിതു ഭൂതലെ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാർ അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായിതു ലോകവും കൗണപാധീശ ജയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നീടിനാൻ ലേഖ സമൂഹവും ആഴ്കി ഗദാശയ. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനുമന്നേരം ഉള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാൻ പിന്നെയും പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ
രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ, സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ച് ദാശരാധീശ്വരൻ എന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിലാവതെല്ലാം തിരയേണമെനിയടോ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികൾ ഏവരിലും വിശേഷിച്ചു നീ ചോദിച്ചിതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയെ. പോകവേണം നീ ഹിമവാനെയും കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധി ലിംഗ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിയ നീ. 4 ദിവ്യൌഷധങ്ങൾ അവറ്റിനു 4 നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നോ, പിൻപ് സന്താനകരിണി, 3-മതും നല്ല സുവർണകരിണി, 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളോ പ്രഭയുണ്ടു 4-നും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുത നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധിസുത വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളവും വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരെ ധരാ നദിയു മളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുപ്പിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നവരന്തർ ഗൃഹത്തിങ്കൽ നിന്നും പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചനർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണൻ
ഇക്കാലനേമിനി തന്നോടു ചൊല്ലിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുട ശക്തിയേറ്റാശു വീണീടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും ഒന്നു രണാങ്കടം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെണ്ണി പറയുമടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസനായി ചെന്ന മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം പല കണക്കിനും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിനിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതിന്നിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്ക് മരിപ്പാനും മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞൊന്തൊരു ഫലമുള്ളതും. എന്നു രാജ്യം കൊണ്ടു പിന്നെ ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്തടോത്മകമായ ദേഹം കൊണ്ട് എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടൂ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യക്ഷസുദ്ധായ ശുദ്ധോദയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടുകണ്ടാത്മാനമാത്മനോ സാത്മ്യോദയം കണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിരിംഗ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹ സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മഹസ്തംഭ പര്യന്തമായതെന്തൊന്നു താത്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും. സദ്ഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഈ കണ്ട ലോകവൃക്ഷത്തിനേകത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വാതകൃഷ്ണാദിയമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണഹിംസാദികളടോ തന്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ വശത്താക്കുമാ ആത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തത്വ മുഖ്യ ഗുണങ്ങളെ നിത്യാത്മാവുമീശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതോ. തന്നുടെ ആത്മാവിനെ താൻ മറുക്കൂന്നിൻ തന്വകം മായാ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമകായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു
ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി ആദ്യപ്രകൃതി വിമുക്തനാത്മാ വിദുജ്ഞാത്വാ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക് നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സബുദ്ധ്യാ നിരന്തരം തൃത്പത്മകർമ്മണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ഷഷ്മണേ മൃത്യുതലേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചനമൈരാവതീതുല്യ പീതാംബരധരം ഹാരകിരീടകയൂരംഗദാങ്കുലീയോരു രത്നാഞ്ജിത കുണ്ടലനോപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദിസ്ഥിതം സർവേശ്വരം വരം സർവവന്ദ്യം ശരണാഗതവത്സരം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം സച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കന്മഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ വേദം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം വരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനെ വീക്ഷണതാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജാ ദുഷ്ടാത്മൻ മതി രൂക്ഷ സ്വഭാവം ഇതുകൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനിന്തെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി ഭാഷേ വൃഷം ചെന്നിരുന്നാൽ മുനിവേഷനായി തൽക്ഷണേ കാണായിതാശ്രമം മായാ വിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടുവായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ നാനാപ്രകാരവും താപസനെ കണ്ടു പാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ നിദ്ധം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായ ശ്രമമശ്രമം രംഭാവന സഖർജുരോ കേരാമ്രാതി സമ്പൂർണമത്യുശ്ചതോയവാഭീയുതം കാലനേമീതിയാമാചരനും തത്ര ശാലയിൽ സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം
വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിധി മമാനാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടിനാൻ. മാമകമായ കമണ്ഡലും സ്ഥലം ജലമാമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശാ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീരനിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധമാകർണ്യ ചൊന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേദാഹമതുകൊണ്ടു ഓരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്വമായ വിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ കണ്ണുമടച്ചു ഭാവീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ. വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയതു ദേഹിയും മിന്നൽ പോലെ തദത്യദ്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം. ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാമപ്സര സ്ത്രീമണി പാദാത്മജനോടു ചൊന്നാലതു നേരം. നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതിവേ നാമം മഹാമതേ മാന്യനാം നീനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താപവ മാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാതവംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കുശലം ഭവിക്കതേ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമിനി തന്നന്തികെ ചെന്നാനവനോട് ചൊന്നാനസുരനും വന്നിടുവാൻ ഇത്ര വൈകിയ നിർന്തടോ. കാലമിനി കളയാതെ വരിക നീ
മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്ക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ദൃഢതരം രക്ഷപ്രവരോത്തമാംഗീക വിവരൻ. ഒന്നടിച്ചാനതുകൊണ്ടവനും തഥാ ചെന്നു ബുക്കീടിനാൻ രാജാലയം. ദിവ്യോഷധങ്ങൾ. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസം വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ പോട് രാഘവൻ മുൻപിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടയ്ക്കന്നേരം. കൊണ്ടൽ നീർവണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിരേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കേണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിരുന്നരുൾ ചെയ്തോരനന്തരം. ഒന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാനറ നിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസൻ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യം സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി. ഇന്നത്തെ പാരായണം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ വായിക്കുന്നത് ഓരോ ദിവസവും. ഇപ്പോ അതികായൻ രാവണന്റെ വളരെ ശക്തനായിട്ടുള്ള മകനാണ് അതികായൻ. പേര് പോലെ തന്നെ വലിയ ശരീരവും അതുപോലെ തന്നെ അതിശക്തിമാനുമായിട്ടുള്ള ബലശാലിയായിട്ടുള്ള ആളാണ്. പിന്നെ ബ്രഹ്മാവിൽ നിന്നൊക്കെ വരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ സാധാരണ അസ്ത്രങ്ങളൊന്നും അതികായന്റെ മുകളില് ബാധിക്കില്ല. കാരണം ഒരു പോർച്ചട്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ പറയുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോ അത് വായു ഭഗവാൻ വന്ന് മനസ്സിലാക്കി കൊടുത്തു ലക്ഷ്മണന്. പിന്നീടാണ് അവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അതികായന്റെ കഥ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അമിതമായിട്ടുള്ള ശക്തിബോധത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് അതികായനെ കാണാൻ സാധിക്കും. പിന്നെ അതിനുശേഷം ഇന്ദ്രജിത്ത് വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ കുറച്ച് പ്രശ്നം വരികയാണ്. അപ്പോഴാണ് അവിടെ ജാമ്പവാൻ ഇടപെട്ട് ഔഷധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. ഹനുമാൻ ഔഷധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അവിടെയും ധാരാളം തടസ്സങ്ങൾ വരുന്നുണ്ട്. കാലനേമി അവിടെ ഒരു സന്യാസിയായിട്ടിരുന്ന കഥയൊക്കെ വളരെ ധാരാളം തടസ്സങ്ങൾ. എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനാണോ പോകുന്നത് അതിലുള്ള ദൃഢവിശ്വാസം, തൻ്റെ ഗുരുവിലുള്ള ആ ഭക്തി, അതുകൊണ്ടൊക്കെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്
നമുക്കിവിടെ മനസ്സിലാവുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ പാരായണവും നമുക്ക് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.